ഇവിടെയും യൂട്യൂബിലുമായി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹോളി റോമൻ എംപയറിൻ്റെ ചക്രവർത്തിയായ ചാൾസ് അഞ്ചാമൻ 1521 ഏപ്രിൽ 18 രാഷ്ട്രത്തിലെ നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഒരു വിശുദ്ധ അസംബ്ലി ജർമ്മനിയിലെ വേംസ് എന്ന പട്ടണത്തിൽ വിളിച്ചുകൂട്ടി. നവീകരണ വക്താവായ മാർട്ടിൻ ലൂതറിനെ ഔദ്യോഗിക മതമായ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ആശയങ്ങളുമായി അനുരഞ്ജിപ്പിക്കുവാനുള്ള ശ്രമമായിരുന്നു അതിന് പിന്നിൽ. ഇതാണ് പിൽക്കാലത്ത് ഡൈറ്റ് ഓഫ് വേംസ് എന്ന പേരിൽ അറിയപ്പെട്ട ഇമ്പീരിയൽ അസംബ്ലി എന്നത്. റോമൻ ചക്രവർത്തിയായ ചാൾസ് അഞ്ചാമൻ ലൂതറിനോട് തൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മാർട്ടിൻ ലൂതറിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: I cannot and will not recant anything, for to go against conscience is neither right nor safe. Here I stand, I can do no other. So help me God, Amen. എനിക്കെന്തെങ്കിലും മറിച്ചു പറയുവാനോ ഉപേക്ഷിക്കുവാനോ കഴിയുകയില്ല. കാരണം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് ശരിയോ സുരക്ഷിതവുമോ അല്ല. ഇവിടെ ഞാൻ നിൽക്കുന്നു, എനിക്ക് മറ്റൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിനാൽ എന്നെ സഹായിക്കണമേ ദൈവമേ, ആമേൻ. ജീവൻ തൃണവൽക്കരിച്ചും ലൂതർ താൻ പ്രഖ്യാപിച്ച വിശ്വാസം മുറുകെ പിടിച്ചു. ദൈവപുത്രൻ്റെ കർത്തൃത്വത്തെയും ഉന്നത പൗരോഹിത്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യമാണ് അദ്ദേഹത്തെ അതിന് നിർബന്ധിച്ചത്. നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുവാനും ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ മധ്യസ്ഥതയിൽ കൃപാസനത്തോട് അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിക്കുവാനുമുള്ള എല്ലാ സാധ്യതയും ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആയതിനാൽ ഏതൊരു പ്രതിസന്ധിയെയും സ്ഥിരോത്സാഹത്തോടെ തരണം ചെയ്ത് ദൈവം വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായി എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്ര ആശയം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. നാം ഏറ്റുപറയുന്ന വിശ്വാസം മുറുകെ പിടിക്കുവാനും കരുണയ്ക്കും സംയോജിതമായ സഹായത്തിനുമായി ആത്മവിശ്വാസത്തോടെ ദൈവസിംഹാസനത്തെ സമീപിക്കുവാനും സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ മധ്യസ്ഥത നമുക്കുണ്ട്. നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനെങ്കിലും ഒരു പാപവും ചെയ്യാതെ ആകാശത്തെ ഭേദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചവനാകിയാൽ അവന് നമ്മോട് സഹതാപം കാണിപ്പാനും തത്സമയത്ത് നമ്മെ സഹായിപ്പാനും കഴിയും. ഞാൻ ഈ പ്രസംഗത്തിന് നൽകുവാൻ ഉദ്ദേശിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. ഡ്രോ നിയർ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ് കോൺഫിഡൻ്റ്ലി. ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. ഇതൊരു ട്രാൻസിഷണൽ പാസേജ്, അതായത് പരിവർത്തന വേദഭാഗമാണ്. അതായത്
3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളുടെ ഒരു ഉപസംഹാരവും 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 25 വരെ ദീർഘിക്കുന്നതുമായ വേദഭാഗത്തിൻ്റെ ഒരു ആമുഖവുമാണ്. അതായത് 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ഉപസംഹാരവും 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 25 വരെയുള്ള വേദഭാഗങ്ങളുടെ ഒരു ആമുഖവുമാണ്. ഈ ദീർഘമായ വേദഭാഗം ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയെ വിവരിക്കുന്നു. പല മുന്നറിയിപ്പുകളുടെയും നടുവിൽ പിടിവള്ളിയായി നിലകൊള്ളുന്ന ക്രിസ്തുവിൻ്റെ ഈ മഹാപൗരോഹിത്യ ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ എബ്രായ ലേഖനത്തിൻ്റെ കേന്ദ്ര സന്ദേശമായി ഇരിക്കുന്നത്. ഈ വേദഭാഗത്ത് പ്രധാനമായും 2 കൽപ്പനകളും അവയ്ക്കുള്ള അടിസ്ഥാനവുമാണ് നാം കാണുന്നത്. അതിൽ 1-ാമത്തെ കൽപ്പന എന്നത് വിശ്വാസം മുറുകെ പിടിക്കുക എന്നതാണ്. 2-ാമത്തെ കൽപ്പന ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. വിശ്വാസം മുറുകെ പിടിക്കുക, ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. ഈ 2 പ്രസ്താവനകളും വാട്ട് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്, നമുക്ക് ക്രിസ്തുവിൽ എന്തുണ്ട് എന്ന കാര്യം നമ്മോട് പറയുന്നു. ക്രിസ്തുവിൽ നമുക്കുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ഈ 2 പ്രബോധനങ്ങൾക്കുമുള്ള ബേസിസ് അഥവാ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, യേശു ക്രിസ്തു നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഉള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുവാനും ആത്മവിശ്വാസത്തോടെ കൃപാസനത്തെ സമീപിക്കുവാനും നമുക്ക് കഴിയും. തുടർന്ന് ഈ വേദഭാഗത്ത് നാം കാണുന്നത് ഈ മഹാപുരോഹിതനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അതായത് എങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്കുള്ളത് എന്ന് വിശദീകരിക്കുന്നു. ഈ വേദഭാഗത്തിന് തൊട്ടു മുന്നമേ ഇസ്രയേലിൻ്റെ അവിശ്വാസത്തെ ചൂണ്ടിക്കാട്ടി ദൈവം വാഗ്ദത്തം ചെയ്ത സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നാം കണ്ടത്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരും ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ വിളിക്കപ്പെട്ടവരുമാണ്. എന്നാൽ നമ്മെ വിളിച്ച കർത്താവിൻ്റെ വാക്കുകളെ അല്ലെങ്കിൽ അവൻ്റെ വചനത്തെ നാം അവിശ്വസിച്ചാൽ നമുക്കും ഇസ്രയേല്യരുടെ ഗതി തന്നെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതെ ദൈവം വാഗ്ദാനം ചെയ്ത സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം എന്ന കാര്യമാണ് മുന്നമേ നാം ചിന്തിച്ചത്. എന്നാൽ നിങ്ങൾ ഇനി കഠിനമായി പരിശ്രമിച്ചുകൊള്ളൂ, നിങ്ങൾ അധ്വാനിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ലേഖനകാരൻ ഈ പ്രബോധനം ഇവിടെ അവസാനിപ്പിക്കുകയല്ല. മറിച്ച് ഇക്കാര്യത്തിൽ നമ്മെ സഹായിക്കുവാൻ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന കാര്യം താനിവിടെ ഓർപ്പിക്കുകയാണ്. അവൻ നമ്മോട് സഹതാപം കാണിപ്പാനും തക്ക സമയത്ത് സഹായിക്കുവാനും തയ്യാറായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിലകൊള്ളുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും കൃപാസനത്തോട് അടുത്തു വരികയും ചെയ്യുക. അങ്ങനെ നമ്മുടെ അവിശ്വാസത്തെ ചെറുത്ത് തോൽപ്പിക്കുക. ഈ കാര്യമാണ് നാം ഇനി ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസവും അനുസരണവും നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുത്രൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയാണ്. The basis for our faith and obedience is the high priestly ministry of the Son, or the basis of our perseverance is the high priestly ministry of the Son. നമ്മുടെ വിശ്വാസത്തിലുള്ള നിലനിൽപ്പിൻ്റെ കാരണം യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയാണ്.
അപ്പോൾ ഒന്നാമതായി ഈ വേദഭാഗത്തു നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുക എന്നതാണ്. നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുക. 14 വാക്യം, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്നതാണ് ഈ വാക്യത്തിലെ കൽപ്പന എന്നത്. ഈ കൽപ്പന നൽകുവാനുള്ള അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസാണ് ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കാം. ഈ കൽപ്പനയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു വാക്ക് എന്നത് സ്വീകാരം എന്ന വാക്കാണ്. എന്താണ് സ്വീകാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇംഗ്ലീഷിൽ അത് ലെറ്റസ് ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ എന്നാണ്. ലെറ്റസ് ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ. കൺഫെഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ആശയം കത്തോലിക്കർ അനുഷ്ഠിച്ചു പോരുന്ന കുമ്പസാരമാണ്. എന്നാൽ വൈദികനോട് പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുന്ന കാര്യമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഞാനത് വിശദീകരിക്കാം. സ്വീകാര്യം എന്നതിന് ഹോമോലോജിയ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരാൾ നടത്തുന്ന പ്രസ്താവന ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനോട് യോജിപ്പ് അഥവാ സമ്മതം അറിയിക്കുന്നതിനെയാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. ഒരാൾ നടത്തുന്ന പ്രസ്താവന ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനോട് സമ്മതം അറിയിക്കുക. ഒരു സത്യത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ നടത്തുന്ന ഏറ്റുപറച്ചിലാണിത്. കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണിത്. ഒരു കോടതിയിൽ ഒരാൾ താൻ ചെയ്ത കുറ്റം അംഗീകരിക്കുന്നതും ഇക്കാര്യത്തിൽ കോടതി പുറപ്പെടുവിക്കുന്ന വിധി പാലിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുന്നതുമാണ്. ഇന്നത്തെ സംസ്കാരത്തിൽ തെറ്റ് സമ്മതിക്കുക എന്ന കാര്യം നമുക്ക് ചിന്തിക്കുവാനേ കഴിയുകയില്ല. ഏത് തെറ്റിനെയും ന്യായീകരിക്കുക എന്ന പ്രവണതയാണ് ഇന്ന് ലോകത്ത് നാം കാണുന്നത്. ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഒരു കാലത്ത് നാം അംഗീകരിച്ചതും മറ്റുള്ളവരുടെ മുൻപാകെ പരസ്യമായി ഏറ്റുപറഞ്ഞതുമായ വിശ്വാസത്തിൻ്റെ പ്രസ്താവനയെ ഇത് പരാമർശിക്കുന്നു. അതല്ലെങ്കിൽ നാം വിശ്വസിച്ച സുവിശേഷം അവസാനത്തോളം മുറുകെ പിടിക്കുക. 1 യോഹന്നാൻ 4:15 5:15 നാം ഇത് വളരെ സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഇപ്രകാരം പറയുന്നു: യേശു ദൈവപുത്രനായ ക്രിസ്തു അഥവാ യേശു ദൈവപുത്രനായ മശിഹയാണ്. അവനെ നമ്മുടെ അപ്പസ്തോലനും മഹാപുരോഹിതനുമായിട്ട് ഏറ്റുപറയണം എന്നാണ് എബ്രായ ലേഖനകാരൻ 3:1 പറയുന്നത്. ഇതാണ് രക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ ആദ്യ വിശ്വാസമെന്ന് പറയുന്നത്. ഇവിടെയാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ഈ വിശ്വാസം അവസാനത്തോളം നാം മുറുകെ പിടിക്കുക എന്നതാണ് അവിശ്വാസം ഒരുവനിലേക്ക് കടന്നു വരാതിരിക്കുവാനുള്ള പ്രതിവിധി എന്നത്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോകുവാനുള്ള കാരണം എന്താണ്? മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അവരെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് കനാൻ ദേശത്തെ മല്ലന്മാരെ നീക്കി ആ ദേശം അവർക്ക് അവകാശമായി കൊടുക്കുവാൻ കഴിയുകയില്ല എന്നവർ വിശ്വസിച്ചു. അതിൻ്റെ ഫലമായി ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാമെന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തത്താൽ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ കൈക്ക് പിടിച്ച് ഇതുവരെ നടത്തി. ഇനി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനും അവന് കഴിയും.
അതിൻ്റെ ഇടവേളയിൽ പ്രതികൂലങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നല്ല. ചില രോഗങ്ങൾ നമ്മെ ബാധിച്ചേക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങൾ നമുക്കുണ്ടായേക്കാം, ചിലപ്പോൾ പീഡനങ്ങൾ നമുക്ക് നേരിട്ടേക്കാം, അതുമല്ലെങ്കിൽ പാപത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രലോഭനങ്ങൾ നമുക്ക് ഉണ്ടാകാം. എന്നാൽ അവിടെ നാം പതറിപ്പോവുകയല്ല വേണ്ടത്, അവിടെ നാം തളരുകയല്ല വേണ്ടത്, അവിടെ നാം നിരാശപ്പെട്ടു പോകുകയല്ല വേണ്ടത്, പഴയ മതത്തിലേക്ക് തിരിച്ചു പോയേക്കാം എന്ന് ചിന്തിക്കുകയുമല്ല വേണ്ടത്. നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുകയാണ്. ഒരു വലിയ സ്വസ്ഥത നമ്മെ കാത്തിരിക്കുന്നു. ആ സ്വസ്ഥതയിലേക്ക് എത്തിക്കുന്നതുവരെ അവൻ നമ്മെ കൈവിടുകയില്ല. ഇത് നാം വിശ്വസിക്കണം. അക്കാര്യമാണ് ലേഖനകാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഡോക്ടർ എസ് ലൂയിസ് ജോൺസന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ നിങ്ങൾ വിശ്വാസം തള്ളിക്കളയരുത്. കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസം എന്നേക്കും നിലനിൽക്കേണ്ട വിശ്വാസമാണ്. അതിനാൽ നിങ്ങളുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. പീറ്റർ ലൊംബാർഡ് എന്ന ദൈവദാസൻ ഇതിനെ വിശേഷിപ്പിച്ചത്, ഹൃദയത്തിൻ്റെ വിശ്വാസവും വായുടെ ഏറ്റുപറച്ചിലും എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലും നാവിലും ഉണ്ടായിരിക്കണം എന്നതാണ്. ഹൃദയത്തിൻ്റെ വിശ്വാസവും വായയുടെ ഏറ്റുപറച്ചിലും എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലും നാവിലും ഉണ്ടായിരിക്കണം എന്നതാണ്. നാം കൈവശം വെച്ചിരിക്കുന്ന സത്യത്തിൻ്റെ പരസ്യമായ ഏറ്റുപറച്ചിലിന് മറ്റു പല നേട്ടങ്ങളുമുണ്ട്. അത് നാം പലപ്പോഴും അവഗണിക്കുന്നു. നാം പ്രയാസകരമായിട്ടുള്ള സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ അപ്പസ്തോലനും മഹാപുരോഹിതനുമായിട്ട് ഏറ്റുപറയേണ്ടതുണ്ട്. അവൻ്റെ മഹത്തായ ശുശ്രൂഷ നമ്മുടെ സ്വന്തമാക്കുവാൻ, അതിനെ മുറുകെ പിടിക്കുവാൻ നാം ഹൃദയത്തിൽ അവ ഏറ്റുപറയണം. നമ്മുടെ ഏറ്റുപറച്ചിൽ വിശ്വാസികളുടെ മധ്യേ മാത്രമായി പരിമിതപ്പെടുത്തരുത്, മറിച്ച് അവിശ്വാസികളുടെ മധ്യേയും നാം അത് ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. അത്തരം ഏറ്റുപറച്ചിൽ നമ്മുടെ ആത്മാവിന് ശക്തി പകരും എന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ മഹത്വീകരിക്കുവാനും അത് ഉപകരിക്കുന്നു. ഇനി ഇങ്ങനെയൊരു പ്രബോധനം നൽകുവാനുള്ള അടിസ്ഥാനത്തെക്കുറിച്ചാണ് ലേഖനകാരൻ ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. ഒന്നിൻ്റെ സബ് പോയിൻ്റായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നമുക്കുണ്ട് എന്നുള്ള കാര്യമാണ്. ഒന്ന് എ പോയിൻ്റായിട്ട് പറയുന്നത്, യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നമുക്കുണ്ട് എന്ന കാര്യമാണ്. ഡോക്ടർ D.A. കാഴ്സൺ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ രാജാവ് എന്ന നിലയിലാണ് ലേഖനകാരൻ അവതരിപ്പിച്ചത് എങ്കിൽ, ഇപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ലേഖനകാരൻ ആദ്യമായിട്ടല്ല ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനെക്കുറിച്ച് പറയുന്നത്. എബ്രായർ 2:17 ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നാം കാണുന്നത്, കരുണയുള്ളവനും വിശ്വസ്തനുമായ ഒരു മഹാപുരോഹിതനാകേണ്ടതിന് ദൈവപുത്രൻ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ ആയിത്തീർന്നവനാണ് എന്നാണ്. ഇനി വരാൻ പോകുന്ന അധ്യായങ്ങളിലും മഹാപുരോഹിതനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. പുരോഹിതനെക്കുറിച്ച് പരാമർശിക്കുന്നതിലെ പോയിന്റ് എന്താണ്? എബ്രായർ 5:1 പറയുന്നത് പോലെ, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മഹാപുരോഹിതൻ ജനങ്ങളെ പ്രതിനിധീകരിച്ചു പോന്ന വ്യക്തിയാണ്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ മധ്യസ്ഥത വഹിച്ചിരുന്ന വ്യക്തിയാണ്. വിശ്വാസികൾ കൊണ്ടുവരുന്ന യാഗവസ്തുക്കളും വഴിപാടുകളും ദൈവസന്നിധിയിൽ അർപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഈ പുരോഹിതൻ. ഈ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവാണ് ദൈവസന്നിധിയിൽ നിവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ശ്രേഷ്ഠ
മഹാപുരോഹിതനുണ്ട്. അവൻ ആരാണ് എന്നതും അവൻ എന്ത് ചെയ്തു എന്നതുമാണ് അവനെ മഹത്വാനാക്കുന്നത്. ഒരു ഭൗമിക കൂടാരത്തിലോ ദേവാലയത്തിലോ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനാണ്. എബ്രായ ലേഖകൻ 5-ാം അധ്യായത്തിൽ ഊന്നിപ്പറയുന്നത് പോലെ നമ്മുടെ മഹാപുരോഹിതൻ കേവലം ഒരു മഹാപുരോഹിതനല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. മാത്രമല്ല, ആകാശത്തിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ്. ജോൺസൺ എന്ന ദൈവദാസൻ അതിനെക്കുറിച്ച് പറയുന്നത്, സ്വർഗീയ മണ്ഡലങ്ങളെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ച ഒരു മഹാപുരോഹിതനാണവൻ. സ്വർഗീയ മണ്ഡലങ്ങളിലൂടെ തുളച്ചു കയറി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച മഹാപുരോഹിതൻ. അതുകൊണ്ട് ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്ന ആശയം വളരെ ലളിതമാണ്. നിങ്ങൾ തളർന്നു പോകേണ്ടതില്ല, നിരാശപ്പെട്ടു പോകേണ്ടതില്ല, നിങ്ങൾ പരാജയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാത്തിനേക്കാളും ഉപരി നിങ്ങൾ പാപത്തിനോ പ്രലോഭനങ്ങൾക്കോ വഴങ്ങേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിൽ ഉള്ളതിനാൽ സഹിഷ്ണുത പുലർത്താം. നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുക. രണ്ടാമതായി ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ധൈര്യത്തോടെ നമുക്ക് കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുവാൻ കഴിയും എന്ന കാര്യമാണ്. ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. പഴയ നിയമത്തിലെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിലേക്കുള്ള പ്രവേശനത്തെ ഇത് ചിത്രീകരിക്കുന്നു. സിംഹാസനത്തോട് അടുത്തു വരിക എന്ന ചിത്രം നിലവിലെ സന്ദർഭത്തിൽ കുറഞ്ഞത് 2 സന്ദേശങ്ങളെങ്കിലും ഉൾക്കൊള്ളുന്നു. ഒന്ന്, അത് പ്രാർത്ഥനാപൂർവമായ ആരാധനയെ കുറിക്കുന്നു. പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ആരാധന കഴിക്കുക. പ്രാർത്ഥന ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം പറയുന്നത് കേൾക്കുവാനും നാം എത്ര സമയം ചെലവഴിക്കുന്നുവോ അത്രയും അധികം നാം അവനോട് കൂടുതൽ അടുക്കുകയും അവനെ നാം കൂടുതൽ അറിയുകയും ചെയ്യുന്നു. പ്രാർത്ഥന ദൈവഹിതത്തോട് നമ്മുടെ ഹിതത്തെ അലൈൻ ചെയ്യുവാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടുവാൻ സഹായിക്കുന്ന കാര്യമാണ്. ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ നയിക്കുവാനും സഹായിക്കുവാനും നാം ദൈവത്തോട് അപേക്ഷ കഴിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാനും അവൻ നമുക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത പാതയിലേക്ക് അവൻ നമ്മെ നയിക്കുമെന്ന് വിശ്വസിക്കുവാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന. ഇനി നമ്മുടെ ജീവിതം തീർച്ചയായും നമ്മെക്കുറിച്ചല്ല, അത് എല്ലായ്പ്പോഴും ദൈവത്തെക്കുറിച്ചായിരിക്കണം. അല്ലെങ്കിൽ സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും അവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്നത്. ദൈവമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രവും നിയന്ത്രണവും എന്ന് അംഗീകരിക്കുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥന ശക്തിയും പ്രത്യാശയും നമ്മിൽ വർദ്ധിപ്പിക്കുന്നു. കാര്യങ്ങൾ ദുഷ്കരമായിരിക്കുമ്പോൾ നാം തനിച്ചാണെന്ന് തോന്നുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലാണെന്നും നാം അഭിമുഖീകരിക്കുന്ന ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കുമെന്നും നമ്മെ ഇത് ഓർപ്പിപ്പിക്കുന്നു. ശക്തിക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന പ്രതികൂലങ്ങളെ മറികടക്കുവാൻ നമ്മെ സഹായിക്കും. കാരണം ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. രണ്ടാമത്, സിംഹാസന പ്രതിമ ദൈവത്തിൻ്റെ ശക്തിയെയും അധികാരത്തെയും പ്രതിനിധീകരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തോട് അഭയയാചന കഴിപ്പാനുള്ള പദവിയായി ഇതിനെ നമുക്ക് കണക്കാക്കാം. അത്യുന്നതനായ ദൈവത്തോട് അഭയയാചന കഴിപ്പാനുള്ള പദവിയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. ഇന്ന് അനേകം രാജ്യങ്ങളിൽ നിന്ന് രാജഭരണം നീങ്ങിപ്പോയതിനാൽ
ഇതിൻ്റെ ഗൗരവം എത്രത്തോളം എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എങ്കിലും പഴയ നിയമപുസ്തകങ്ങളിലൊന്നായ എസ്തേറിൻ്റെ പുസ്തകം ഈ വിഷയത്തിൽ അല്പം വെളിച്ചം വീശുമെന്ന് ഞാൻ കരുതുന്നു. പാഴ്സി രാജാവായ അഹശ്വേരോശ് രാജാവിൻ്റെ ധർമ്മപത്നിയായിരുന്നു എസ്തേർ. ആ നിലയിൽ അധികാരത്തിലും പദവിയിലും താൻ രാജ്ഞിയാണ്. എന്നാൽ അഹശ്വേരോശ് രാജാവിൻ്റെ മന്ത്രിയായിരുന്ന ഹാമാൻ തനിക്ക് മൊർദെഖായിയോടുള്ള വൈരാഗ്യ നിമിത്തം മൊർദെഖായിയെയും തൻ്റെ വംശജരായ യഹൂദന്മാരെയും കൊന്നൊടുക്കുവാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതിൽ യഹൂദ സ്ത്രീയും രാജാവിൻ്റെ പത്നിയുമായ എസ്തേറും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഈ കാര്യം രാജാവിനെ അറിയിക്കുവാനോ രാജസന്നിധിയിൽ മുഖം കാണിക്കുവാനോ എസ്തേറിന് അനുവാദമുണ്ടായിരുന്നില്ല. കാരണം താൻ രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയും രാജാവ് തൻ്റെ ചെങ്കോൽ അവളുടെ നേരെ നീട്ടാതിരിക്കുകയും ചെയ്താൽ അവൾ ആര് തന്നെ ആയിരുന്നാലും കൊല്ലപ്പെടുമെന്നതായിരുന്നു രാജാവിൻ്റെ കൽപ്പന എന്നത്. അതുകൊണ്ട് അവൾ അതിനൊരു ഉപാധി കണ്ടുപിടിച്ചത് രാജ്യത്തെ യഹൂദന്മാരെ എല്ലാം കൂട്ടി 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിക്കുക. എസ്തേറും തൻ്റെ ബാല്യക്കാരുത്തികളും അതുപോലെ 3 ദിവസം ഉപവസിക്കും. അതിനുശേഷം തൻ്റെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് രാജസന്നിധിയിൽ പ്രവേശിക്കുക. അങ്ങനെ തൻ്റെ അപേക്ഷ രാജസന്നിധിയിൽ കഴിക്കുക. ഒരു രാജ്യത്തെ രാജാവിൻ്റെ മുൻപിൽ ആ രാജ്യത്തെ രാജ്ഞിയായ സ്വന്തം ഭാര്യയ്ക്ക് കടന്നു ചെല്ലുവാനുള്ള മാർഗമാണ് ഇത് എന്ന് നാം ഓർക്കണം. അങ്ങനെയെങ്കിൽ രാജാതിരാജാവും കർത്താതികർത്താവും അതീവ വിശുദ്ധിയിൽ വാഴുന്നവനുമായ ദൈവസന്നിധിയിൽ ഒരു അശുദ്ധനായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പാപിയായ വ്യക്തിക്ക് കടന്നു ചെല്ലുവാൻ എങ്ങനെയാണ് കഴിയുക? അത് പാപിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അഹ്റോൻ്റെ പുത്രന്മാരും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടവരുമായിട്ടുള്ള നാദാബും അബീഹുവും ധൂപകലശത്തിൽ അഗ്നിയുമായി ദൈവസന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ സംഭവിച്ചതെന്താണെന്ന് നമുക്കറിയാം. അവർ ഇരുവരും അഗ്നിയാൽ ദഹിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവരുടെ പാപം എന്താണെന്ന് അവിടെ വ്യക്തമായി പറയുന്നില്ല എങ്കിലും അവർ ധൂപകലശങ്ങളിൽ അഗ്നി ഉപയോഗിച്ചു എന്ന കാരണമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് യാഗപീഠത്തിന്മേൽ നിന്ന് ഉയരുന്ന അഗ്നി സ്വീകരിക്കാതെ പുറത്തു നിന്നുള്ള അഗ്നി ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കത്തിച്ച ധൂപകലശങ്ങളാണ് അവർ ഉപയോഗിച്ചത് എന്നതാണ് അതിൻ്റെ കാരണമായിട്ടിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ യഥാർത്ഥ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഉറവിടം ക്രിസ്തുവിൻ്റെ ക്രൂശാണ്, അഥവാ ക്രിസ്തുവിൻ്റെ യാഗമാണ് എന്ന കാര്യമാണ്. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തെ സമീപിക്കാം. അവൻ്റെ സന്നിധിയിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാനും ആരാധനയും അഭയയാചനയും കഴിക്കാമെന്ന ഉറപ്പാണ് ഇത് നമുക്ക് നൽകുന്നത്. അടുത്തു വരിക എന്ന വർത്തമാനകാല പ്രയോഗം 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന്, ഒരു വിശ്വാസിക്ക് ദൈവവുമായുള്ള തുടർമാനമായ ബന്ധത്തെ അത് കാണിക്കുന്നു. 2, നമുക്ക് നിരന്തരം ദൈവത്തെ സമീപിക്കാം. അതായത് തുടർമാനമായ ബന്ധവും യാതൊരു ഭയവും കൂടാതെ ഏത് സമയത്തും ദൈവത്തെ സമീപിക്കാനുള്ള അധികാരവുമാണ് ഇത് നമുക്ക് നൽകുന്നത്. മാത്രവുമല്ല, പിന്തിരിഞ്ഞ് പോകുന്നതിനെതിരെയുള്ള ഒരു പ്രതിവിധിയാണിത്. അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കാതിരിക്കുവാനുള്ള ഒരു മറുമരുന്നും കൂടിയാണിത്. പഴയ ഉടമ്പടി പ്രകാരം വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിനത്തിൽ, അതും മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവരുടെ പാപം മറയ്ക്കപ്പെട്ടിരുന്നു എങ്കിലും ദൈവസന്നിധിയിൽ നേരിട്ട് പ്രവേശിപ്പാനുള്ള അനുവാദം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല.
അതും ഇന്നത്തെ അവസ്ഥയും തമ്മിലുള്ള അന്തരം എത്ര വലിയതാണെന്ന് നാം ഓർക്കണം. അന്നും അനേകം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അക്കാര്യം ദൈവസന്നിധിയിൽ ബോധിപ്പിക്കണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കണമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ കീഴിൽ ദൈവജനത്തിന് ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരുവാനും തങ്ങളുടെ അപേക്ഷയും അഭയയാചനകളും അർപ്പിക്കുവാനും കഴിയും എന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. എന്നാൽ നമുക്ക് ദൈവവുമായി ലഭിച്ചിരിക്കുന്ന ഈ ബന്ധവും പദവിയും നാം എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ചോദ്യം. ഈ ബന്ധവും പദവിയും നാം എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു? ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ട് ഈ നാളുകളിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണവും എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ പോയിന്റിൻ്റെ സബ് പോയിൻ്റായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാനുള്ള ബേസിസ് അഥവാ അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചാണ്. രണ്ടാമത്തെ പോയിന്റിൻ്റെ സബ് പോയിന്റ് എന്ന് പറയുന്നത്, കരുണയുടെയും കൃപയുടെയും ഉറവിടമായ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ തക്ക സമയത്തുള്ള സഹായം നമുക്കുണ്ടാകും എന്ന കാര്യമാണ്. കരുണയുടെയും കൃപയുടെയും ഉറവിടമായ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ തക്ക സമയത്തുള്ള സഹായം നമുക്ക് ഉണ്ടാകും. കരുണയുടെയും കൃപയുടെയും യഥാർത്ഥ ഉറവിടം ക്രിസ്തുവാണ്. ആയതിനാൽ ഭയം കൂടാതെ തുറന്ന മനസ്സോടെ വിശ്വാസികൾക്ക് ദൈവത്തോട് അടുത്തു വരാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കരുണയും കൃപയും തക്ക സമയത്തുള്ള സഹായത്തിൽ കലാശിക്കും എന്നാണ്. ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ കരുണയെ നിരാകരിക്കുവാൻ ഇസ്രയേലിയരെ പ്രലോഭിപ്പിച്ചത് സമൂഹത്തിൽ നിന്ന് അവർക്കുണ്ടായ പീഡനമാണ്. അവർ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുകയും വിശ്വസ്തരായി നിലകൊള്ളുകയും യേശുവിൻ്റെ മഹാപൗരോഹിത ശുശ്രൂഷയിലൂടെ ദൈവത്തെ സമീപിക്കുകയും ചെയ്താൽ കൃത്യസമയത്ത് ദൈവം സഹായവുമായി വരുമെന്ന് ഗ്രന്ഥകർത്താവ് ഇവിടെ ഉറപ്പു നൽകുകയാണ്. നമ്മുടെ മഹാപുരോഹിതൻ എങ്ങനെയുള്ള മഹാപുരോഹിതനാണ്, അവൻ എങ്ങനെ നമ്മെ സഹായിക്കുവാൻ കഴിയും എന്ന കാര്യമാണ് 15-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നെഗറ്റീവായി ഈ രണ്ട് പ്രസ്താവനകളും കാണിക്കുന്നത് വി ഹാവ് സച്ച് എ കെയറിങ് ഹൈ പ്രീസ്റ്റ് എന്നതാണ്. വി ഹാവ് സച്ച് എ കെയറിങ് ഹൈ പ്രീസ്റ്റ്. നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പ്രിയ സഹോദരൻ നമ്മോട് പങ്കുവെച്ച കാര്യമാണ്. നമ്മെ വളരെയേറെ കരുതുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഈ ഉറപ്പ് വളരെ പ്രധാനമാണ്. 14-ാം വാക്യത്തിൽ നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുവാൻ നമ്മോട് പറഞ്ഞു. കാരണം ദൈവപുത്രനായ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്കുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ മഹാപുരോഹിതൻ നമ്മെ മനസ്സിലാക്കുവാൻ കഴിവുള്ള, നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണോ എന്നാണ് ഇനി അറിയേണ്ടത്. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതപിപ്പാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല. ഇത് എത്രയോ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. യേശു നമ്മെ നോക്കി നിരാശയോടെയും കോപത്തോടെയും എന്തുകൊണ്ടാണ് എന്നെപ്പോലെ നിങ്ങൾക്ക് അനുസരിക്കുവാൻ കഴിയാത്തത് എന്ന് അവൻ നമ്മോട് ചോദിക്കുകയില്ല. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നവനാണവൻ. അവന് നമ്മെ മനസ്സിലാക്കുവാൻ കഴിയും. യേശു തൻ്റെ ജ്ഞാനം നമുക്കെതിരെ ഉപയോഗിക്കുകയില്ല, മറിച്ച് നമ്മോട് സഹതപിക്കുന്നതിനാണ് താൻ ഈ അറിവ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായത്? ഒരു കാരണം, നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിച്ചറിയുവാനും അനുകമ്പയുള്ള
ഒരു മഹാപുരോഹിതനാകാനും വേണ്ടിയാണ്. നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിച്ചറിയുവാനും അനുകമ്പയുള്ള ഒരു മഹാപുരോഹിതനും ആകുവാനും വേണ്ടിയാണ് അവൻ മനുഷ്യനായി തീർന്നത്. സഹതാപത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് ഒരു വൈകാരിക തിരിച്ചറിയൽ എന്ന നിലയിലാണ്. അയ്യോ കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നിൽക്കുകയല്ല കർത്താവ് ചെയ്യുന്നത്. അവൻ നമ്മെ വൈകാരികമായി മാത്രമല്ല തിരിച്ചറിയുന്നത്, അവൻ നമ്മെ ശാരീരികമായി തിരിച്ചറിയുന്നു. സ്വയം മനുഷ്യനായി തീർന്നതിലൂടെ നാം അനുഭവിക്കുന്നത് തിരിച്ചറിയുവാൻ കഴിയുന്ന നിലയിൽ സകലവും അനുഭവിച്ചറിഞ്ഞവനാണ് അവൻ. അവനേക്കാൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു മധ്യസ്ഥനുമില്ല. അവനാണ് നമ്മുടെ ഏക മധ്യസ്ഥൻ. അവൻ പരീക്ഷിക്കപ്പെട്ടു, അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടു, എന്നാൽ അതിലൊന്നും അവൻ ഒരു പാപവും ചെയ്തില്ല. വിശ്വസ്തയോടെ അവനത് നേരിട്ടു. വിശ്വസ്തമായിട്ടുള്ള സഹിഷ്ണുത വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് യേശുവിന് നന്നായി അറിയാം. യേശുവിൻ്റെ വെല്ലുവിളി വളരെ കഠിനമായിരുന്നു. കാരണം അവൻ ഒരിക്കലും ഒരു കോംപ്രമൈസിനും തയ്യാറായിരുന്നില്ല. നാം എല്ലാവരും പലതിനും വഴങ്ങിക്കൊടുക്കുന്നവരാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പോലെ വിശ്വസ്തരായി സഹിക്കുന്നവരല്ല. നമ്മുടെ പോരാട്ടം യേശുവിന് നന്നായി അറിയാം. അവൻ നമ്മുടെ പോരാട്ടത്തെ അറിയുന്നു. അവൻ പലതവണ പരീക്ഷിക്കപ്പെട്ടെങ്കിലും ഒന്നിലും പരാജയപ്പെട്ടില്ല. കഷ്ടതകൾക്കിടയിലും അവൻ പിതാവിനെ ഉപേക്ഷിച്ചില്ല. നാം അനുഭവിക്കുന്ന വികാരങ്ങൾ, നാം അനുഭവിക്കുന്ന വേദനകൾ, നാം നേരിടുന്ന പരീക്ഷകൾ, നാം കാണുന്ന പ്രലോഭനങ്ങൾ, ഇവ അനുഭവിക്കുന്നതിൽ നിന്ന് യേശുവിൻ്റെ ദൈവത്വം അവനെ തടഞ്ഞില്ല. സുവിശേഷങ്ങളിൽ ഇത് നാം കണ്ടിട്ടുണ്ട്. യേശു ഗെത്സമനയിൽ വളരെ ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി എന്ന് മർക്കോസ് 14:33 നാം വായിക്കുന്നു. അടുത്ത വാക്യത്തിൽ തന്നെ തൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്നു എന്ന് യേശു പറയുകയും ചെയ്തതായിട്ട് നാം വായിക്കുന്നു. അവൻ്റെ യേശു സഹിക്കാവുന്നതിൻ്റെ അപ്പുറം സഹിച്ച വ്യക്തിയാണ്. എന്നാൽ അവൻ പാപം ചെയ്തു പോയിരുന്നെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് പ്രയോജനമില്ലാത്തതാകുമായിരുന്നു, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി തീരുമായിരുന്നു. അവൻ്റെ പാപരഹിതമായ ജീവിതമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വിശ്വസ്തനായ ഒരു മഹാപുരോഹിതനെ വേണം. നമുക്ക് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ വേണം. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുകയും നമുക്ക് ആവശ്യമായ സഹായം നൽകുവാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതനെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ യോഗ്യതകളെല്ലാം ഉള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് പാപം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാവുന്ന ഒരു ചോദ്യം, പാപത്തിൻ്റെ ആധുനിക ഉപകരണങ്ങൾ നിറഞ്ഞ ഒരു ആധുനിക ലോകത്താണ് നാം ജീവിക്കുന്നത്. ഉദാഹരണമായി നമുക്കൊരുവനെ നിസ്സാരമായി വെടിവെച്ചു കൊല്ലാം, മനുഷ്യ ബോംബുകളെ ഉപയോഗിച്ച് മനുഷ്യനെ നശിപ്പിക്കാം. പാലസ്തീനിലും ഇസ്രയേലിലും റഷ്യയിലും ഉക്രൈനിലും ലെബനനിലും സിറിയയിലും ഇന്ന് നടക്കുന്നത് പോലെ ആയിരങ്ങളെ ഒറ്റയടിക്ക് മിസൈൽ ഉപയോഗിച്ചോ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചോ കൊന്നൊടുക്കാം. ഇൻ്റർനെറ്റും മൊബൈലും ഒക്കെ ഉള്ളതിനാൽ പാപം ഇന്ന് വിരൽത്തുമ്പിലിരിക്കുന്നു. വളരെ രഹസ്യമായിട്ട് നമുക്ക് പോർണോഗ്രാഫി കാണുന്നതിന് കഴിയും. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രവുമല്ല, നമ്മുടെ വരുമാന മാർഗങ്ങൾ മൂടിവെച്ച് ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്താം, ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം അടിച്ചു മാറ്റാം, മോഹന വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ വഞ്ചിക്കാം, വാട്സാപ്പ് നമ്പറുകൾ ഹാക്ക് ചെയ്ത് സുഹൃത്തുക്കളോട് സഹായം അഭ്യർത്ഥിക്കാം. ഇതൊന്നും യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയുള്ള പരീക്ഷകളെ ഒന്നും കർത്താവിന് നേരിടേണ്ടി വന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കർത്താവ് എല്ലാ നിലയിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാനായിട്ട് കഴിയുക? തീർച്ചയായും
ഇല്ല. 1-ാം നൂറ്റാണ്ടിലെ പലസ്തീനിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങളിൽ പാപത്തിൻ്റെ പദപ്രയോഗങ്ങളോ ഉപകരണങ്ങളോ വളരെ മാറിയിട്ടുണ്ടെങ്കിലും പാപത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം മാറ്റമില്ലാതെ തുടരുന്നു. വിദ്വേഷം, കൊലപാതകം, അത്യാഗ്രഹം, സത്യസന്ധതയില്ലായ്മ, സ്വാർത്ഥത, മോഹം, കാമം ഇവയൊക്കെയാണ് ഈ പാപങ്ങൾക്ക് പിന്നിൽ. മനുഷ്യൻ്റെ അടിസ്ഥാന പാപ സ്വഭാവങ്ങൾ പുതിയ രൂപത്തിലും പാപത്തിലും പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രമേയുള്ളൂ. യഹോവ കയനോട് പറഞ്ഞതുപോലെ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. അവയെ നീ കീഴടക്കുന്നില്ല എങ്കിൽ അവ നിന്നെ കീഴടക്കും. പിന്നെ ഉയരാവുന്ന മറ്റൊരു സംശയം, യേശുക്രിസ്തു ദൈവമായിരുന്നത് കൊണ്ട് തൻ്റെ പ്രലോഭനങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാകും എന്നതാണ്. യേശു ഒരേ സമയവും ദൈവവും ഒരേ മനുഷ്യനുമായിരുന്നു എന്ന കാര്യം നാം ഓർക്കണം. മനുഷ്യനെന്ന നിലയിൽ യേശുവിന് പ്രലോഭനത്തിൻ്റെ മുഴുവൻ ശക്തിയും അനുഭവപ്പെട്ടു. അവൻ നേരിട്ട പ്രലോഭനങ്ങൾ യഥാർത്ഥമായിരുന്നു. തന്നെ പാപത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രലോഭനങ്ങൾ തന്നെയാണ് താനും നേരിട്ടത്. എന്നിരുന്നാലും ദൈവമെന്ന നിലയിൽ അവൻ പാപം ചെയ്യുമായിരുന്നില്ല, പാപം ചെയ്തതുമില്ല. കഠിനമായ ശോധനയിൽ പോലും യേശുവിൻ്റെ സമർപ്പണത്തിൽ തെല്ലും വീഴ്ച വരുത്തിയില്ല. എബ്രായ ലേഖനം 5:7-8 വാക്യങ്ങളിൽ ലേഖനകാരൻ ഇത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനം കഴിക്കുകയും ഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. താൻ ദൈവപുത്രനായിരുന്നിട്ടും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പിതാവിനോട് അഭയയാചന കഴിച്ചാണ് തൻ്റെ കഷ്ടങ്ങളെ താൻ നേരിട്ടത്. അവൻ ദൈവപുത്രനായിരുന്നെങ്കിലും താൻ അനുഭവിച്ചതിൽ നിന്ന് അനുസരണം പഠിച്ചാണ് അവൻ തികഞ്ഞവനായി തീർന്നത്. വാസ്തവത്തിൽ മരണത്തിലേക്കുള്ള തൻ്റെ പീഡനത്തെ മറികടക്കാനും ദൈവഹിതത്തോട് പുറംതിരിഞ്ഞു നിൽക്കുവാനുമുള്ള പ്രലോഭനമായിരുന്നു യേശു നേരിട്ടത്. അതുകൊണ്ട് പീഡനങ്ങൾക്ക് മുന്നിൽ തിരിഞ്ഞു ഓടുവാനുള്ള നമ്മുടെ പ്രലോഭനത്തിന് യേശുവിന് നമ്മോട് സഹതപിക്കുവാനായിട്ട് കഴിയും. യേശുവിനും അതേ ആഗ്രഹം തോന്നിയിട്ടുണ്ടാകാം, പക്ഷേ അവനത് നിരസിച്ചു. അതുകൊണ്ട് ഏത് വെല്ലുവിളിയും നേരിടുന്നതിന് നമ്മെ അവന് സഹായിക്കുവാനായിട്ട് കഴിയും. മരണത്തിൻ്റെ മുന്നിലും അടിപതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ ഹൃദയത്തിൽ താലോലിക്കുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തിയുടെ അനുഭവം പങ്കുവച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2-ാം ലോക മഹായുദ്ധത്തിന് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ഫുട്ടേജാണിത്. ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനും പാസ്റ്ററും സെമിനാരി പ്രൊഫസറും റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റിലെ പങ്കാളിയുമായ ഡയട്രിച്ച് ബോൺഹോഫർ മറ്റ് ചില ആളുകളോടൊപ്പം നാസികളാൽ തടവിലാക്കപ്പെട്ടു. യുദ്ധത്തിൻ്റെ അവസാന നാളുകളിൽ ചക്രവാളത്തിൽ സഖ്യകക്ഷികളുടെ തോക്കുകളിൽ നിന്നും വെടിയൊച്ചയുടെ ശബ്ദം കേട്ടപ്പോൾ ബോൺഹോഫറും സഹതടവുകാരും പ്രതീക്ഷയുടെയും പരിഭ്രാന്തിയുടെയും വിചിത്രമായിട്ടുള്ള ഒരു വികാരം പങ്കുവച്ചു. അമേരിക്കൻ ബ്രിട്ടീഷ് സേനയുടെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള നീക്കമനുസരിച്ച് തടവുകാരുടെ ചെറിയ സംഘവും ഒരിടത്തു നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ജർമ്മനിയിലെ ഷോൺബെർഗിലെ ഒരു സ്കൂൾ കെട്ടിടത്തിലേക്ക് ഈ തടവുകാരെ കൊണ്ടുവന്നു. ബോൺഹോഫറിൻ്റെ സമയം അവസാനിക്കാറായപ്പോൾ ബെർലിനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അടിയന്തര വിചാരണയ്ക്കും വധശിക്ഷയ്ക്കുമുള്ള ഉത്തരവ് എത്തി. ഞായറാഴ്ച ബോൺഹോഫറിനോട് റോമൻ കത്തോലിക്കരും റഷ്യയിൽ നിന്നുള്ള
ചില കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടുന്ന തടവുകാർ ഒരു ആരാധനാ ശുശ്രൂഷ നടത്തുവാനായിട്ട് അഭ്യർത്ഥിച്ചു. ബോൺഹോഫർ യെശയ്യ 53:5 1 പത്രോസ് 1:3 വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് അവരോട് സംസാരിച്ചത്. യെശയ്യ 53:5 എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങളെ ആധാരമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം ആ തടവുകാരുടെ ഹൃദയങ്ങളെ ആഴമായിട്ട് സ്പർശിച്ചു. അവരിൽ പ്രത്യാശയുണർത്തുവാൻ അത് മതിയായതായിരുന്നു. ആ പ്രസംഗത്തെ തുടർന്ന് ബോൺഹോഫറിനെ സെല്ലിൽ നിന്നും ഫ്ലോസൻബർഗിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ 5-നും 6-നും ഇടയിൽ ബോൺഹോഫർ അർദ്ധനഗ്നനായി ഒരു വനഭൂമിയിലെ തൂക്കുമരത്തട്ടിൻ കീഴിൽ അവസാനമായി പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുകുത്തി. തൻ്റെ അവസാന പ്രഭാത ധ്യാനത്തിൽ ലോകത്തെ നേടുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം എഴുതി: എല്ലാറ്റിൻ്റെയും താക്കോൽ അവനിൽ അഥവാ ക്രിസ്തുവിലാണ്. എല്ലാത്തിൻ്റെയും താക്കോൽ അവനിലാണ്, ഇൻ ക്രൈസ്റ്റ്, അവനിലാണ്. നാം ദൈവത്തിൽ നിന്ന് ശരിയായി പ്രതീക്ഷിക്കുന്നതും അവനോട് ആവശ്യപ്പെടുന്നതും എല്ലാം ക്രിസ്തുവിൽ നാം കണ്ടെത്തേണ്ടതാണ്. യേശുവിൻ്റെ ദൈവത്തിന് നാം ചിന്തിക്കുന്നത് പോലെ ദൈവം ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളുമായി നമുക്ക് പലപ്പോഴും ബന്ധം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരികയില്ല. ദൈവം വാഗ്ദാനം ചെയ്യുന്നതും അവൻ നിവർത്തിക്കുന്നതും എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ യേശുവിൻ്റെ ജീവിതം, അവൻ്റെ വചനങ്ങൾ, പ്രവർത്തികൾ, കഷ്ടത, മരണം എന്നിവയെക്കുറിച്ച് ശാന്തമായിട്ട് നാം ധ്യാനിക്കണം. നാം എല്ലായ്പ്പോഴും ദൈവത്തോടടുത്തും അവൻ്റെ സാന്നിധ്യത്തിലും ജീവിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ ജീവിതം നമുക്ക് തികച്ചും പുതിയ ഒരു ജീവിതമാണ്. അപ്പോൾ നമുക്ക് അസാധ്യമായി ഒന്നുമുണ്ടാകുകയില്ല. കാരണം ദൈവത്തിന് സകലവും സാധ്യം. അവൻ്റെ ഹിതം കൂടാതെ ഒരു ഭൗമിക ശക്തിക്കും നമ്മെ തൊടാനാവില്ല. ആപത്തിനും ദുരിതത്തിനും അവനിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ബോൺഹോഫർ എബ്രായർ 4:14-16 വാക്യങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന തത്വങ്ങൾ സ്വജീവിതത്തിൽ അന്വർത്ഥമാക്കിയ വ്യക്തിയായിരുന്നു. സ്ഥിരോത്സാഹം അഥവാ പേഴ്സീവറൻസ് ദൈവപുത്രനായ യേശുക്രിസ്തുവുമായുള്ള ഒരാളുടെ ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു. പേഴ്സീവറൻസ് എല്ലായ്പ്പോഴും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹം തൻ്റെ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചു. അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ശാശ്വതമായ ചിത്രം അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും യാത്രയായി. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ ഇതിനേക്കാൾ വലുതാണോ? ഈ പ്രസംഗം കേൾക്കുന്ന ചിലരെങ്കിലും ഉയർന്ന തോതിലുള്ള പീഡനമോ ഭീഷണിയോ നേരിടുന്നവരാകാം. ആരും മരണത്തെ അഭിമുഖീകരിക്കുന്നവരായി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അധികം പേർക്കും ഒരുപക്ഷെ തങ്ങളുടെ അവിശ്വാസികളായ ബന്ധുക്കളുടെ എതിർപ്പാകാം. അതല്ലെങ്കിൽ അവരുടെ ജോലിസ്ഥലത്ത് തങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്ന അവരുടെ ഓഫീസിലെ ഒരു ബോസാകാം. അതല്ലെങ്കിൽ ഒരു സുഹൃത്താകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന വിശ്വാസിയല്ലാത്ത ഒരു ജീവിത പങ്കാളി ആകാം. അത്തരം സാഹചര്യങ്ങൾ യഥാർത്ഥവും നിങ്ങളുടെ ജീവിതത്തിന് ഒരു വെല്ലുവിളിയുമാണ്. എന്നാൽ ഈ പ്രതിസന്ധികളിൽ നിങ്ങളുടെ വിശ്വാസം കുറേശ്ശെ അയഞ്ഞു തുടങ്ങുന്നു എങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണം തീർച്ചയായും നിങ്ങൾ പരിശോധിക്കണം. നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെയും അവൻ്റെ ശ്രേഷ്ഠ പൗരോഹിത്യത്തെയും ശുശ്രൂഷയെയും കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം നമ്മിലുണ്ടോ എന്ന് നാം പരിശോധിക്കണം. വിശ്വാസ ജീവിതത്തിൽ
ചാഞ്ചല്യം തോന്നുന്നുവെങ്കിൽ ഇവയെ നിശ്ചയമായിട്ടും നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സന്ദേശം ഉപസംഹരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പ്രധാനമായും പങ്കുവച്ചത്. ഒന്ന്, നമ്മുടെ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. അതിൻ്റെ അടിസ്ഥാനമായി പറഞ്ഞത് യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നമുക്കുണ്ട് എന്ന കാര്യമാണ്. 2ാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. അതിൻ്റെ അടിസ്ഥാനം എന്നത് കരുണയുടെയും കൃപയുടെയും ഉറവിടമായ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമ്മോട് സഹതാപം കാണിക്കുവാനും തക്ക സമയത്ത് സഹായിക്കുവാനും തയ്യാറായി ദൈവപക്ഷത്തുണ്ട്. ക്രിസ്ത്യൻ നൂറ്റാണ്ടുകളിലുടനീളമുള്ള ലൂഥർമാരുടെയും ബോൺഹോഫർമാരുടെയും ജീവിതോദാഹരണങ്ങളിൽ നിന്ന് നാം കാണുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും ജീവിതത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രതിബദ്ധതയിൽ നിന്നുമാണ് ഒഴുകുന്നത് എന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും ജീവിതത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രതിബദ്ധതയിൽ നിന്നുമാണ് ഒഴുകുന്നത്. അത്തരം ഒരു ബോധ്യം നാം കണ്ടെത്തിക്കഴിഞ്ഞാൽ സമഗ്രതയോടെ സത്യസന്ധതയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.